ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പി ആയാലോ. ഒരുപാട് ഉപ്പും പുളിയും മധുരവും എരിവൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ സാൻഡ്വിച്ച് ഇട്ടാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് കൂടി ആട്ടെ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പാനിൽ ബട്ടർ അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ 2 സൈഡും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മുരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ കടുകൊക്കെ താളിക്കുന്ന ഒരു പാത്രം ഇല്ലേ, ആ ഒരു പാത്രത്തിലാട്ടാ ബുൾസൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാവുമ്പോഴല്ലോ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. നമ്മൾ ആ വലിയ ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പല ഷേപ്പിൽ പല കോലത്തിലൊക്കെ പോവില്ലേ, ഈ ഒരു പാത്രത്തിൽ ബുൾസൈ ഉണ്ടാക്കാത്തവർക്കൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു ബുൾസൈയിലോട്ടെ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടി മാത്രമായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാനിത് മറിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബുൾസൈനെ. ഇനി വേണ്ടത് നല്ല പഴുത്ത അവക്കാഡോ ആട്ടാ. അതിൻ്റെ ആ ഒരു തൊല്ലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ടേ നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമ്മൾ ആ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുക്കുക. അതിൻ്റെ അകത്തേക്ക് വേണ്ടിട്ടാ നമ്മുടെ ഈ ഒരു അവക്കാഡോ പേസ്റ്റ് വെച്ച് കൊടുക്കാനായിട്ട് 2 ബ്രെഡിൽക്ക് ഇത് നല്ലോണം അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു ബുൾസൈ കൂടെ വെച്ച് കൊടുക്കുക. മറ്റേ ബ്രെഡ് കൊണ്ട് കവർ ചെയ്താൽ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, സംഭവം സൂപ്പർ ആയിരുന്നു. നാട്ടിൽ ഇതിനെ ബട്ടർ ഫ്രൂട്ട് എന്ന് അങ്ങനെ എന്തോ അല്ലേ പറയണത്, ഇവിടെ അവക്കാഡോ എന്ന് പറഞ്ഞിട്ട് തന്നെയാട്ടാ നമുക്കിത് മേടിക്കാൻ കിട്ടുന്നത്. ഇപ്പം എനിക്ക് തോന്നണേ നാട്ടിൽ ഒട്ടുമിക്ക എല്ലാവരുടെയും വീട്ടിൽ ഇതിൻ്റെ ആ ഒരു മരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വേഗം കായ്ക്കുകയും ചെയ്യുന്ന തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും ഞങ്ങളുടെ വീട്ടിലില്ല. ഇത്തവണ നാട്ടിൽ ചെല്ലുമ്പോഴേ ഞാനൊന്ന് നട്ടു നോക്കട്ടെ, എങ്ങാനും ഉണ്ടായാലാ.